സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ATM കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കുമ്പോഴും അതുപോലെ നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴോ ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലോ കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചോ മറ്റോ പേയ്മെന്റ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ബാങ്കിൽ പോയി പൈസ ഇടുമ്പോഴോ പിൻവലിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ഫോണിൽ SMS ബാലൻസ് വരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ SMS ബാലൻസ് ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ആപ്പ് വഴി എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. യോനോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള മറ്റൊരു വീഡിയോ ഈ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ നിങ്ങൾ കാണുക. അതിനുശേഷം യോനോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ SMS അലർട്ട് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ യോനോ വഴി ആക്ടിവേഷൻ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നേരെ വീഡിയോ കാണാം. ആദ്യമായി SBI ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ആയ ആപ്ലിക്കേഷനായ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ SBI ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പുതിയ അപ്ഡേഷനിൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ MPIN മൊബൈൽ പിൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ID ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. MPIN ഉപയോഗിച്ച് ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക സർവീസ് റിക്വസ്റ്റ്. അപ്പോൾ പുതിയൊരു വിൻഡോ നമുക്കിവിടെ തുറന്നു വരുന്നത് കാണാം. ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അക്കൗണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് സംബന്ധിച്ച്. അവിടെ ആക്റ്റീവ് SMS അലർട്ട് എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് SMS അലർട്ട് ആക്ടിവേഷൻ ചെയ്യുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലവിടെ നമ്മുടെ സേവിങ് അക്കൗണ്ട് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആൾ SMS അലർട്ട് എന്നുള്ളതിൽ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോപ്പ്, ചെക്ക് ബുക്ക്, ഇഷ്യൂ, ഡിസ്ക്ലോസർ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രെഡിറ്റ് ഡെബിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുമ്പോഴും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഫോണിൽ SMS വരുന്നതിനാണ്. അതിന് മിനിമം 5000 രൂപയ്ക്ക് മുകളിലോ 5000 രൂപയ്ക്ക് താഴെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ SMS വരുന്നത്. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 5000-നും അല്ലെങ്കിൽ 10000 നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാലൻസ് കുറയുമ്പോൾ ചെയ്യാം. അത് നമുക്ക് 1000 രൂപയൊക്കെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. മിനിമം ബാലൻസിൻ്റെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഡെബിറ്റ് കാർഡ് യൂസേജ് അലർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് നമ്മളവിടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹോൾഡ് ഓൺ അക്കൗണ്ട് ബാലൻസ് അതിൻ്റെ തൊട്ട് താഴെ കാണാം. അതിലേക്ക് വരാം. ഹോൾഡ് ഓൺ അക്കൗണ്ട് ബാലൻസ് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് കാണാം, സെറ്റ് ഹോൾഡ്, റിമോട്ട് ഹോൾഡ്. അത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ ഐ ആം അവെയർ ഓഫ് ചാർജ്, അതായത് നമുക്ക് ഇതിനൊക്കെയുള്ള ചാർജസ് നമുക്ക് നോക്കാം. ഇതിന് ചാർജസ് ഒന്നും ഇപ്പോൾ നിലവിലില്ല എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ വലത് സൈഡിലുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണാം, SMS അലർട്ട് ഓൺ അക്കൗണ്ട് എഡിറ്റിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ്. അതിനുശേഷം നമ്മളൊരു റിവ്യൂ കൊടുക്കണം. യോനോയ്ക്ക് അകത്ത് തന്നെ നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ എത്ര ബെറ്റർ ആണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് 1 മുതൽ 10 വരെ റേറ്റിംഗ് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു റിവ്യൂ എഴുതുക. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതിയാവും. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡ്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കുമ്പോഴും എപ്പോൾ നമ്മൾ ഉപയോഗിച്ചാലും ഒരു SMS നമ്മുടെ ഫോണിൽ വരികയും 5000-ന് മുകളിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും നമ്മുടെ മൊബൈലിൽ SMS വരികയും ചെയ്യുന്നതായിരിക്കും.